ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കഴിഞ്ഞ 3 വർഷവും ഞാൻ വിഷു സെലിബ്രേറ്റ് ചെയ്തത് ബാംഗ്ലൂർ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ വിഷു ഞാൻ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെയും ഫാമിലിൻ്റെയും ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. എൻ്റെ ഫ്രണ്ട് അത്യാവശ്യം ഗ്രാൻഡായിട്ട് തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വീട്ടിൽ വിളക്കൊക്കെ വെച്ച ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങി. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഉണ്ണിയപ്പവും പാൽപ്പായസമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്ക് ചെയ്യാൻ ഞങ്ങൾ 4 പേര് സഹകരിച്ചത് കൊണ്ട് ഇത്രയേറെ ഡിഷസ് ഉണ്ടാക്കാൻ അധികം ടൈം ഒന്നും വേണ്ടി വന്നില്ല. എന്നെപ്പോലെ ജോബിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലേക്ക് അല്ലെങ്കിൽ കൺട്രീസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരുന്നവർക്ക് പാൽപ്പായസവും പ്രഥമനും ഒക്കെ കൂട്ടി നമ്മുടെ നാടിന് സദ്യ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ഈവനിങ് ചെറിയൊരു മഴയൊക്കെ തോർന്ന ശേഷം ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോയി. ഐ തോട്ട് ഓഫ് ബൈയിങ് സംതിങ് ഫോർ മൈ മോം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടെന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജോയിന്റ് ഫാമിലി. ചെറുപ്പം മുതലേ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ ജീവിച്ചതുകൊണ്ട് എനിക്ക് ആളുകളുടെ പ്രസൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിഷുദിനത്തിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. നിങ്ങളും വിഷു നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.